എൻ്റെ വാട്സപ്പിൽ എനിക്ക് അമ്മുവിന് വേണ്ടി കൊച്ചിയിലുള്ള ഏതൊരു പെർഫ്യൂം കമ്പനിയുടെ ഒരാൾ പണ്ടൊരു കൊളാബിന് എന്നെ അപ്രോച്ച് ചെയ്ത ഒരാളുടെ വാട്സപ്പിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടിയവർ കൊച്ചിയിൽ പിടിയിലായി. വെർച്വൽ അറസ്റ്റ് വഴി 4 കോടി രൂപ തട്ടിയെടുത്ത 2 പേരെയാണ് കൊച്ചി സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിജിറ്റൽ അറസ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഈ ഒരു അടുത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഡിജിറ്റൽ അറസ്റ്റ്, അതായത് ഡിജിറ്റൽ സ്കാം എന്ന് പറയുന്ന പരിപാടി. പണ്ടത്തെ കാലത്ത് നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ഇങ്ങനെയുള്ള പരിപാടികൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫോണിൽ വിളിക്കുക, ഉടായ്പ പരിപാടികളിലൂടെ പൈസ തട്ടാൻ നോക്കുക, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കാശൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഡിജിറ്റൽ അറസ്റ്റിലൂടെ 4 കോടി രൂപ തട്ടിയെടുത്തെന്ന്. അതിനകത്ത് 2 മലയാളികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടിയവർ കൊച്ചിയിൽ പിടിയിലായി. വെർച്വൽ അറസ്റ്റ് വഴി 4 കോടി രൂപ തട്ടിയെടുത്ത 2 പേരെയാണ് കൊച്ചി സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് സ്വദേശി മിഷ, മലപ്പുറം സ്വദേശി മുഹമ്മദ് മുഹസിൽ എന്നിവരാണ് പിടിയിലായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, മലയാളികൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്? ഇതിപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ട് ഒരു കോൾ വരും. കോൾ വന്നിട്ട് പറയും, നിങ്ങളുടെ നമ്പർ നിങ്ങൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിനകത്ത് കുറച്ച് ഇല്ലീഗൽ ആയിട്ടുള്ള കുറച്ച് പരിപാടികളും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഫോണിൽ വിളിച്ചിട്ട് വീഡിയോ കോളിൽ വരാൻ പറയും. വീഡിയോ കോളിൽ വരുമ്പോഴത്തേക്ക് ഒരുത്തന്നെ ഈ തൊപ്പിയും യൂണിഫോമും ഒക്കെ ഇട്ടിട്ട് പോലീസിന്റെ വേഷത്തിൽ വന്നിരുന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കും. അതായത് നിങ്ങൾ ഇതുപോലെ കള്ളത്തരം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്, അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു വിഷയം പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസാവുമെന്ന്. അങ്ങനെ പേടിച്ചിട്ട് എന്തോ ചെയ്യും, അങ്ങനെ പേടിച്ചിട്ട് ആൾക്കാർ ഇതെങ്ങനെങ്കിലും സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ അവന്മാർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് അങ്ങ് ഒതുക്കുന്ന പരിപാടിയിലോട്ട് പോകും. അങ്ങനെ അവന്മാർ നൈസായിട്ട് പൈസ അടിച്ചു മാറ്റും. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് പോയിട്ടുണ്ട്. അതായത് ആൾക്കാർ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പേടിച്ചു പോകും. പേടിച്ചിട്ട് വെറുതെ ഒരു പ്രശ്നം വരണ്ട എന്നുള്ള രീതിയിൽ കാശ് കൊടുക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് പക്കാ സ്കാമാണ്. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ അടുത്ത് ഒരു പയ്യന്റെ അടുത്ത് ഇങ്ങനെയുള്ള ഒരു ഉടായ്പ കാണിക്കാനായിട്ട് ചെന്ന് അവൻ നല്ല രീതിയിൽ തിരിച്ച് അവരെ ഊക്കി വിട്ടിട്ട് ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അശ്വഘോഷ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ. അവന്റെ വീഡിയോ എന്തായാലും നമുക്ക് വയ്ക്കാം. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കണ്ടു നോക്കാം. നേരത്തെ അതായത് ഒക്ടോബറിൽ രജിസ്റ്റർ ചെയ്തൊരു കേസായിരുന്നു. 4 കോടിയോളം രൂപയാണ് ഇവർ പലരിൽ നിന്നായി തട്ടിയെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാക്കനാട് സ്വദേശിനിയിൽ നിന്നുമാണ് ഈ പണം തട്ടിയെടുക്കുന്നത്. ഈ ഒക്ടോബറിൽ കൊച്ചി സിറ്റി സൈബർ പോലീസിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കേസിലാണ് ഇപ്പോൾ കോഴിക്കോട് സ്വദേശി മിഷാബ്, മലപ്പുറം സ്വദേശി മുഹമ്മദ് മുഹസിൽ എന്നിവർ പിടിയിലായിരുന്നത്. നിരന്തരം, അതായത് ഈ വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതികൾ ഉന്നയിക്കുകയും നിരവധി, പ്രത്യേകിച്ചും ഡിജിറ്റൽ അവയർനെസ് ഇല്ലാത്ത ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വ്യാപകമായിരുന്നതിനെ തുടർന്നാണ് സൈബർ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ നിരീക്ഷണം ഉണ്ടായിരുന്നത്. സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലേക്ക് എനിക്ക് ഇന്ന് തന്നെ എനിക്കറിയാവുന്ന 3-4 പേർക്ക് റിസർവ് ബാങ്കിൽ നിന്നുമാണെന്ന് പറഞ്ഞ കോൾ വരുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പോസ്റ്റർ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്യപ്പെടുമെന്ന് കൂടുതൽ ഡീറ്റെയിൽസിന് ഏത് നമ്പർ, ആ തരത്തിലുള്ള ഏത് നമ്പർ പ്രസ് ചെയ്യുന്നുള്ള തരത്തിലുള്ള മെസ്സേജുകളൊക്കെ വന്ന 1-2 പേരെ ഇന്നും എന്റെ പരിചയത്തിൽ തന്നെയുണ്ട്. അപ്പൊ ഈ ഒരു പ്രവണത തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വെർച്വൽ അറസ്റ്റ് ഇല്ല എന്നും അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയില്ല, ഇങ്ങനത് നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നോ അവരുടെ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ ഇത്തരം വെർച്വൽ അറസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോണം, നമ്മുടെ മലയാളികളും ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ഫോണുകളിൽ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കോളുകളോ അല്ലെങ്കിൽ വല്ല മെസ്സേജസുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കഴിവത് ഇഗ്നോർ ചെയ്യുക, അത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് പൈസ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 4 കോടി രൂപയാണ് ഈ ആൾക്കാർ തട്ടിച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ വേറൊരു വാർത്തയും കൂടെ ഉണ്ട്. അതായത് ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 25,000 രൂപ ഇവർ കൊടുക്കുമെന്നാണ് പറയണത്. ആലോചിച്ച് നോക്കുക ഏത് രീതിയിലുള്ള തട്ടിപ്പാണ്. അപ്പൊ അത്യാവശ്യം ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷയത്തിൽ നിന്ന് ഇപ്പൊ കാശ് പോയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയായിട്ട് തുനിഞ്ഞ് ആരും ഇറങ്ങത്തില്ല. കാര്യം ഇങ്ങനെ കുറച്ച് നാൾ ഇവന്മാരൊക്കെ പേരിൽ കേസാവും, പിന്നെ ഇവന്മാർ അകത്ത് പോകും, അകത്ത് പോയിട്ട് ഇവന്മാർ ജാമ്യം കിട്ടി വെളിയിൽ ഇറങ്ങും, എന്നിട്ട് ഇത് വീണ്ടും ഇവന്മാർ ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതും കൂടെ കണ്ടു നോക്കാം. കൊച്ചിയിലെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിന് കൊടുവള്ളിയിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്തെന്ന് കണ്ടെത്തൽ. ഉത്തരേന്ത്യൻ തട്ടിപ്പ് സംഘത്തിനാണ് അക്കൗണ്ടുകൾ തുറക്കാനും പണം പിൻവലിക്കാനും ഇവർ സഹായം ചെയ്ത് നൽകിയത്. ഒരു അക്കൗണ്ട് സംഘടിപ്പിച്ചു കൊടുത്താൽ 25,000 രൂപ വരെ കിട്ടും. തട്ടിപ്പ് സംഘത്തിന് വേണ്ടി സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ടുകൾ തുറന്നു കൊടുത്തതായും പോലീസ് കണ്ടെത്തി. കൊച്ചിയിൽ നിന്ന് 4 കോടി തട്ടിയ കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകും. ഒരു അക്കൗണ്ട് തുറന്നു കൊടുത്താലോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാലോ 25,000 രൂപ വരെ കൊടുക്കുമെന്ന്. കാര്യം അത് കൊടുക്കാനായിട്ട് ആൾക്കാർ റെഡി ആയിട്ടിരിക്കുവാണ്. ബിക്കോസ് ഇവരുടെയൊക്കെ പേരിൽ പൈസ മേടിച്ചു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി?
കാര്യം ഉറപ്പായിട്ടും അവരെയൊക്കെ പിടിക്കപ്പെടും. അതുകൊണ്ട് വേറെ ആൾക്കാരുടെ പേരിലുള്ള അക്കൗണ്ട് മേടിക്കുകയോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇനി എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്യൂസ് വരത്തില്ല. അതാണ് ഇവന്മാരുടെയൊക്കെ ബുദ്ധിപരമായിട്ടുള്ള കളിയാണ് ഇത് മൊത്തം. കുറേ വർഷങ്ങൾക്ക് മുന്നേ എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം $15 മില്യൺ എനിക്ക് അടിച്ചു എന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മെയിലിന് ഞാൻ റെസ്പോണ്ട് ചെയ്തു. എൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഞാൻ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് വന്ന മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയുടെയൊക്കെ ക്ലിയറൻസിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കെവിൻ എന്ന് പറയുന്ന ഒരാൾ ലണ്ടനിൽ നിന്ന് വരും. എന്നിട്ട് അയാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിറ്റേ ദിവസം ഈ ഒരാൾ ലണ്ടനിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച സമയത്ത് പറഞ്ഞത് $15 മില്യൺ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് കിട്ടി, ഇനി നിങ്ങൾ ഈ കാശും കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു, എന്തായാലും വലിയൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാശും കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഈ ഒരു പൈസ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 15,000 രൂപ നിങ്ങൾ ഇതിൻ്റെ ക്ലിയറൻസിനും ടാക്സിൻ്റെയും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 15,000 രൂപ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടണം. എങ്കിൽ മാത്രമേ ഈ ഒരു പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കിട്ടത്തുള്ളൂ എന്ന്. അപ്പോഴേ മനസ്സിലായി സംഭവം ഉടായ്പാണ് എന്ന്. അതായത് നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ കാശുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ അയച്ചു കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ന്യൂസോ കാര്യങ്ങളായിട്ടോ ഒന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $15 മില്യൺ അല്ലേ അടിച്ചത്. അതിൽ നിന്നൊരു 15,000 രൂപ എടുത്തിട്ട് ബാക്കി പൈസ അക്കൗണ്ട് ഇടാന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ അവർ കോള് കട്ട് ചെയ്തിട്ട് പോയി. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉടായ്പകളിൽ ചെന്ന് പെടാതിരിക്കുക. ഇനി എന്താണ് ഈ പറയുന്ന ഡിജിറ്റൽ അറസ്റ്റിനെ പറ്റിയിട്ട് ഈ അശോകോഷ് എന്ന് പറയുന്നൊരു പയ്യൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് കാണാം. ഈ ട്രയലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ വിളിക്കുന്നു. ഇത് ഈ കോള് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഫോൺ എടുക്കും. എന്നിട്ട് ഇതേപോലെ പറയും, നിങ്ങളുടെ ID കാർഡ് ഉപയോഗിച്ച് വേറൊരു സിം എടുത്തിരിക്കുകയാണ്. ആ സിമ്മിൽ നിന്ന് കുറേ അധികം നമ്പറിലേക്ക് ആവശ്യമില്ലാതെ സ്പാം മെസ്സേജസും മറ്റും പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെയധികം തെറ്റാണെന്ന് പറയും. അപ്പം നമ്മൾ അല്ല തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും, അങ്ങനെയാണെങ്കിൽ ഇത് സൈബർ ക്രൈമിലാണ് അറിയിക്കേണ്ടത്, ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞാൽ FIR നമ്പറൊക്കെ തരും, ഒരു സിമ്മിൻ്റെ നമ്പറൊക്കെ തരും. എന്നിട്ട് പറയും, ഞാൻ കോൾ ട്രാൻസ്ഫർ ചെയ്യാം, നിങ്ങൾ അവിടെ ബോധിപ്പിക്കാൻ പറയും. എന്നിട്ട് പുള്ളി തന്നെ കോൾ സൈബർ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുന്നു. കോൾ സൈബർ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. നമുക്കറിയാം, വേറൊരു ആൾ ഫോൺ എടുക്കുന്നു, എടുത്തിട്ട് ഇതേപോലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് പറയും, നിങ്ങൾ പറഞ്ഞ മനസ്സിലായി, നിങ്ങൾ ഇന്നസെൻ്റ് ആണെന്ന് മനസ്സിലായി, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മൊഴി എടുക്കാൻ വേണ്ടി 2 മണിക്കൂറിൽ മുംബൈയിലേക്ക് എത്താൻ പറയും. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും 2 മണിക്കൂറിന് മുംബൈയിൽ എത്താൻ പറ്റില്ല എന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഇത് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഓൺലൈനിൽ ഇവരെ ആയിട്ട് മീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് പ്രിപ്പയർ ചെയ്താണ് അവരോട് ഇരിക്കുക. അപ്പം ഇവരിത് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കയറിയിട്ട് നിങ്ങളുടെ മൊഴി തന്നാൽ മതി, കുഴപ്പമില്ല, അത് സ്വീകരിക്കാമെന്ന് പറയും. അങ്ങനെ ഓൺലൈനിൽ കയറുന്നു. ഓൺലൈനിൽ കയറുമ്പോൾ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമൊക്കെ ഇട്ട് തോളിൽ നക്ഷത്രങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. പുള്ളി കയറുന്നതേ നമ്മുടെ അടുത്ത് പറയും, ഞാൻ സൈബർ ക്രൈമിൻ്റെ ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞ് പുള്ളിയുടെ ID കാർഡൊക്കെ നമ്മളെ കാണിച്ചു തരും. ഗവൺമെൻറ് ID, ഒഫീഷ്യൽ ID പോലെ ഫോർജറി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ID കാർഡാണ്. ഒരു സാധാരണക്കാരനാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ വിശ്വസിക്കും. അത്രയ്ക്കും സെറ്റപ്പാണ്. ഒരു നാടകത്തിൽ ഇരിക്കുന്ന എങ്ങനെയാണോ അതേ സെയിം സംവിധാനങ്ങളാണ് അവരവിടെ ചെയ്തത്. ഇതിൽ പറഞ്ഞൊരു കാര്യം കേട്ടോ, സാധാരണക്കാരനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകുന്നത്. അങ്ങനെ സാധാരണക്കാരുടെ അടുത്തു നിന്നാണ് ഒരുപാട് കാശുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ. നമ്മുടെയൊക്കെ ഫോണിൽ വരുന്ന OTPകൾ, ലിങ്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആരും കഴിവതും ക്ലിക്ക് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വരുന്ന OTP വളരെ ജെനുവിൻ ആയിട്ടുള്ള സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നിങ്ങളുടെ ഫോണുകൾക്ക് മേ ബി നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ, നിങ്ങളുടെ സ്വന്തം സുഹൃത്തിൻ്റെയൊക്കെ മൊബൈൽ നമ്പറിൽ നിന്ന് വരാം, മേ ബി മെസ്സേജ് വരാം, OTP ഒന്ന് പറഞ്ഞു തരാമെന്നൊക്കെ ചോദിച്ചിട്ട് മേ ബി അവർ പോലും അറിയാതെ അവരുടെ നമ്പേഴ്സൊക്കെ ഹാക്ക് ചെയ്തിട്ട് മെസ്സേജ് അയക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ എൻ്റെ കൂട്ടുകാരനല്ലേ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി അല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സംഭവങ്ങളെല്ലാം കൂടെ ഹാക്കായി പോവുകയും ചെയ്ത് മാത്രമല്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ ആയാലും നഷ്ടപ്പെടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ സംഭവിക്കുന്നുണ്ട്. ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിന്ധു കൃഷ്ണ, അതായത് കൃഷ്ണകുമാറിന്റെ വൈഫായിട്ടുള്ള സിന്ധു കൃഷ്ണ, പുള്ളിക്കാരത്തിയുടെ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒരു വീഡിയോ എന്തിനു ഞാൻ റിയാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആൾക്കാർക്ക് നല്ലൊരു അവയർനെസ് കൊടുക്കുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. സിന്ധു കൃഷ്ണനെ സംബന്ധിച്ച് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ പുച്ഛമല്ലേ, അതായത് ജോലിയും കൂലിയും ഇല്ലാത്ത യൂട്യൂബേഴ്സ് എന്നല്ലേ പറയുന്നത്. കാര്യം ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെയുള്ള ഒരു അബദ്ധങ്ങൾ പറ്റരുത് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടൊക്കെ വെച്ചുകൊണ്ടാണ് ഇവരുടെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇതിനൊക്കെ പോയി വന്നു. ഇതിനെ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് പേര് എന്നെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നടക്കുന്ന ഒരു ഫ്രോഡിനെ കുറിച്ച്. മെയിൻലി അത് എനിക്ക് എൻ്റെ പേരൊക്കെ വെച്ചിട്ട് ന്യൂസ് വന്നു. ഇന്നലത്തെയോ മെനിഞ്ഞാന്നത്തെയൊക്കെ ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നേ എൻ്റെ പേരൊക്കെ വെച്ചിട്ട്. എൻ്റെ സോഷ്യൽ മീഡിയയിലും പലരും അങ്ങനെയൊക്കെ ഷെയർ ഉണ്ടായിരുന്നു. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു 4-5 ദിവസം കുറച്ച് ദിവസം മുമ്പായിരുന്നേ എൻ്റെ വാട്സാപ്പിൽ
എനിക്ക് അമ്മൂന് വേണ്ടി ഏതോ കൊച്ചിയിലുള്ള ഏതോ ഒരു പെർഫ്യൂം കമ്പനിയുടെ ഏതോ ഒരാൾ പണ്ടൊരു കൊളാബിനെന്നെ അപ്രോച്ച് ചെയ്ത ഒരാളുടെ വാട്സപ്പിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നു. ക്യാൻ യു പ്ലീസ് റീസെൻഡ് ദാറ്റ് 6 digit കോഡ് എന്തോ പറഞ്ഞിട്ട് സംതിങ്. അപ്പം ഞാൻ ഏതോ തിരക്ക് ചെയ്തുകൊണ്ട് ഞാനങ്ങ് ശ്രദ്ധിച്ചില്ല. ഞാൻ വെച്ച് പുള്ളി വേറെ എന്തോ മെസ്സേജിലോ പിന്നെ റിപ്ലൈ ചെയ്തോ ഞാൻ വിട്ടു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പ്ലീസ് ക്യാൻ യു സെൻഡ് ഐ സെൻഡ് ഇറ്റ് വൺസ് അഗെയിൻ എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ഒന്ന് നോക്കുമ്പോൾ ഞാനപ്പോൾ വിചാരിക്കുന്നത് ഈ പുള്ളി എന്താ ഇങ്ങനെ ഒരു വാക്കല്ലാത്ത. അപ്പം ഞാൻ അതിനെ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്ത് പറ്റില്ല, വൈ ഷുഡായി, എനിക്കറിയാം ഇത് സ്കാമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിപ്ലൈ ചെയ്തിട്ട് ആയിട്ട് ഞാൻ ആ ആളെ ബ്ലോക്കും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയാണ് ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ നോക്കിയപ്പോൾ ആരൊക്കെയോ ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ഈ വാട്സപ്പിൽ ഇതുപോലത്തെ ഒരു സ്കാം നടക്കുന്നുണ്ട്. അത് അപ്പം എന്നെ ആ മെസ്സേജ് ചെയ്തതേ ആ പുള്ളി അല്ല, ആക്ച്വലി അയാളുടെ ഫോൺ ആരോ ഹാക്ക് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ ഫ്രണ്ടായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഫോൺ ഓൾറെഡി ഹാക്ക് ചെയ്തിട്ടാണ് ആ ഒരു നമ്പറിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിന്ധു കൃഷ്ണയുടെ ഈ ഒരു വിഷയം ഷെയർ ചെയ്യണത് എനിക്ക് തോന്നുന്നു അഹാന കൃഷ്ണയാണ്. അഹാന ഷെയർ ചെയ്തതിന് ശേഷമാണ് വേറെ കുറേ ആൾക്കാർ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഈ പറയുന്ന ആർട്ടിക്കിളായാലും ഈ പറയുന്ന ന്യൂസ് പേപ്പറിലായാലും ഈ ഒരു വിഷയം വന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു സത്യം. ഇതിനകത്ത് അതിനെ പറ്റിയിട്ട് അവർ പറയുന്നില്ല. എന്തായാലും ആനയുടെ സ്റ്റോറിയിലൂടെയാണ് ഈ ഒരു വിഷയം പല ആൾക്കാരും കണ്ടത്. ഞാൻ 1-2 ചാനൽസും റിയാക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം. ഇനി സംഭവം എന്തായാലും നിങ്ങൾക്ക് പിടി കിട്ടിയല്ലോ. അപ്പം ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളിൽ നിങ്ങൾ ആരും അറിഞ്ഞുകൊണ്ട് പോയി ചാടാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കാര്യം ഇവർ ഈ ഒരു ചെയ്ത വീഡിയോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു വീഡിയോ ആണത്. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. കുറേ നാൾക്ക് മുന്നേ ഈ AI വെച്ചിട്ട് വേറൊരു സംഭവം അറിയാലോ. അതായത് AI വെച്ചിട്ട് ഒരാൾ എൻ്റെ വോയിസ് തന്നെ വേറൊരാളെ വിളിച്ചിട്ട് പൈസ കടം തരാമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ മേ ബി എനിക്ക് പരിചയമുള്ളവരാണെങ്കിൽ മേ ബി ആ പൈസ ഇട്ട് കൊടുക്കും. ശരിക്കും ആ പൈസ ഇടുന്നത് വേറെ അക്കൗണ്ടിലോട്ടായിരിക്കും, പക്ഷേ എൻ്റെ സൗണ്ട് യൂസ് ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ ഞാനെന്നുള്ള രീതിയിൽ വിശ്വസിച്ചിട്ട് ആൾക്കാർ ആ പൈസ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കുറേ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അതിങ്ങ് മാറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ വന്നു തുടങ്ങിയത്. എന്തായാലും ബാക്കിയോടെ കണ്ടുനോക്കാം. ഹാക്ക് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ആ പുള്ളിയുടെ കോൺടാക്ട്സുള്ള എല്ലാവർക്കും ഇതുപോലെ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അതിൽ നമ്മളെങ്ങാനും ഇതിൽ ക്ലിക്ക് ചെയ്തു എന്ന് വെച്ചോ, ക്ലിക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു അതോടുകൂടി അവർക്ക് നമ്മുടെ ഒരു ഫോണിൻ്റെ കൺട്രോൾ എടുക്കാൻ പറ്റും. ദീസ് പീപ്പിൾ കൺട്രോൾ എടുക്കാൻ പറ്റിയാൽ അവർക്ക് എല്ലാത്തിലോട്ടും ആക്സസ് കാണും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ വഴിയല്ലേ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ മൊബൈലിലാണല്ലോ ഏകദേശം എല്ലാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഡ് അവർക്ക് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഐ തിങ്ക് അതോടുകൂടി ദേ ക്യാൻ ഹാക്ക് ആ ഫോൺ. ആൻഡ് ദെൻ നമ്മളെ ഫോൺ യൂസ് ചെയ്യുന്ന അതേ രീതിയിൽ ഐ തിങ്ക് ദേ ക്യാൻ ഓൾസോ യൂസ് ഇറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിപ്പോൾ എല്ലാവരും ഒന്ന് അവെയർ ആയിരിക്കണം. ഇതുപോലെ ഇതെന്നല്ല, ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അമ്മുൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ സൈബർ സെല്ലിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രം നമ്മൾ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെ പോയാണ് നമ്മളവിടുത്തെ ഓഫീസേഴ്സൊക്കെ ആയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് അമ്മൂന് വെച്ചിട്ടൊരു കൊളാബ് ചെയ്തിട്ടുണ്ട്. ഞാനും ഉണ്ടായിരുന്നു അതിൽ. നമ്മൾ അവെയർ ആയിരിക്കണം, സൈബർ തട്ടിപ്പിനെ കുറിച്ച് എത്രത്തോളം അവെയർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഞങ്ങൾ അവിടുത്തെ ഓഫീസേഴ്സുമായിട്ട് നടത്തിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുപോലത്തെ സൈബർ തട്ടിപ്പുകൾ ചെയ്യാനായിട്ട് ഈവൻ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോലും നല്ല ഈ ടെക്കി ആൾക്കാരെ അവർ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പുറത്തോട്ട്. കൂടുതൽ ആഫ്രിക്കൻ കൺട്രീസ്, പിന്നെ കുറച്ച് ഏഷ്യൻ കൺട്രീസിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന നമ്മുടെ ഈ ഡേറ്റ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പുറത്തെ കൺട്രീസിലോട്ടൊക്കെ ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് പോലീസുകാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നല്ല രീതിയിൽ അവെയർ ആയിട്ടിരിക്കുക. അതായത് ഫോണിലോട്ട് വരുന്ന OTPs, പ്രത്യേകം ലിങ്കുകൾ, പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്വന്തം മെയിൽ ID ഒക്കെ ലോഗിൻ ചെയ്ത് വെച്ചിട്ട് വേറെ സൈറ്റുകളിലോ ഒന്നും കയറാതിരിക്കാനായിട്ട് നോക്കുക. അതിനകത്തുള്ള കുക്കീസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ചാനലുകളായാൽ പോലും അതൊക്കെ ഹാക്ക് ചെയ്യപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ റീസെൻ്റ്ലി 2-3 കേസസ് ഒക്കെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പൈസയുടെ കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാലും. പിന്നെ ഈ പോലീസ് വേഷത്തിലൊക്കെ വന്നിരുന്നിട്ട് നിങ്ങളെ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞിട്ട് പീഡിപ്പിച്ചാലോ അതിനകത്തൊന്നും നിങ്ങൾ പാനിക് ആവാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വിഷയം കംപ്ലൈൻറ്റ് കൊടുക്കുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.